പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമായി ശാലോം ടി വിയിലൂടെയുള്ള നമ്മുടെ എമ്മാനുവൽ യാത്ര ഇന്നതിൻ്റെ 20-ാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്മസിലേക്കുള്ള നമ്മുടെ ദൂരം വളരെ കുറവാണ്. എന്നാൽ ഈ ക്രിസ്മസിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കൂടുതൽ ദൂരം താണ്ടിയ ആ ജ്ഞാനികൾ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് നമ്മൾ ഇന്നൊന്നറിയണം. അവരുടെ ഹൃദയത്തിൻ്റെ ആദ്യത്തെ ആഗ്രഹവും അവസാനത്തെ ആഗ്രഹവും ഒന്നറിയുന്നത് നല്ലതാണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ വായിക്കുന്നത് ഇപ്രകാരമാണ്. അവർ പറയുന്ന വരിയാണ്: ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇനി അവരുടെ അവസാനത്തെ ആക്ഷൻ എന്താണ്? 2-ാം അധ്യായം 11-ാം തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അവൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം കുമ്പിട്ട് ആരാധിച്ചു. അപ്പോൾ ഈ ജ്ഞാനികളുടെ ആദ്യത്തെ ആഗ്രഹവും അവസാനത്തെ ആഗ്രഹവും ഈ ശിശുവിനെ ആരാധിക്കുക എന്നുള്ളതാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ആരാധ്യനാകാൻ പോകുന്നവൻ്റെ ആദ്യത്തെ ആരാധകരായിരുന്നു ഈ ജ്ഞാനികൾ. പ്രിയമുള്ളവരെ, ഈ ശാലോം ടി വിയിലൂടെ ഡിസംബർ 1 മുതൽ ആരംഭിച്ച ദൈവം നമ്മോടുകൂടെ എന്ന ഈ ആനന്ദയാത്രയിൽ സ്ഥിരമായി പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ഈ ക്രിസ്മസ് യാത്രയിൽ പങ്കുവെക്കപ്പെടുന്ന വചന വിഷയങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. ഡിസംബർ 1 മുതൽ ഓരോരോ വിഷയങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. വിഷയങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇത് പങ്കുവയ്ക്കുന്ന അച്ഛന്മാരും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ പശ്ചാത്തലങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാട്ടുകാരും ഇടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ യാത്രയിൽ മാറാതെ നിൽക്കുന്നത് ഒന്നു മാത്രമേയുള്ളൂ: ദിവ്യ കാരുണ്യം, ദിവ്യ കാരുണ്യ ആരാധന. അതായത് ശരിക്കും ഈ യാത്ര നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ദിവ്യ കാരുണ്യത്തെ കേന്ദ്രീകൃതമാക്കിയാണ്. ഇത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്നും മാറാതെ നിൽക്കുകയുമുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈ ദിവസത്തിൽ, ഈ ഡിസംബർ 20-ാം തീയതി പുൽക്കൂട്ടിലേക്ക് വളരെ കുറഞ്ഞ ദൂരം മാത്രം ബാക്കി നിൽക്കുമ്പോൾ നമ്മൾ ഇന്ന് ഒരു പ്രതിജ്ഞ എടുക്കണം. ഈ പരിപാടിയിൽ പങ്കുചേരുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്ന ഒരപ്പച്ചൻ, ഒരമ്മ, ഒരു യുവാവ്, ഒരു യുവതി, ഒരു മകൻ, ഒരു മകൾ ഒരു തീരുമാനമെടുക്കണം. ഞങ്ങൾ ആരാധനയുടെ ആരാധകരായി മാറും. ഒരപ്പച്ചൻ പറയണം, ഒരു യുവാവ് പറയണം, ഒരു ഭർത്താവ് പറയണം, ഞാൻ ആരാധനയുടെ ആരാധകൻ. ഒരമ്മ പറയണം, ഒരു ഭാര്യ പറയണം, ഒരു മകൾ പറയണം, ഞാൻ ആരാധനയുടെ ആരാധിക.
അങ്ങനെ ഈ ക്രിസ്മസിൽ നമ്മൾ ഒരുമിച്ച് ഉറക്കെ പ്രഘോഷിക്കാൻ പറ്റണം, ഞങ്ങൾ ആരാധനയുടെ ആരാധകർ. പ്രിയമുള്ളവരെ, ഈ ജ്ഞാനികൾ ദിവ്യകാരുണ്യമാകാൻ പോകുന്നവനെയാണ് ആരാധിച്ചതെങ്കിൽ നമ്മൾ ഈ ദിവ്യകാരുണ്യത്തെ അനുദിനം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ നമ്മൾക്ക് എങ്ങനെ ആരാധനയുടെ ആരാധകനാകാൻ പറ്റും, എങ്ങനെ ആരാധനയുടെ ആരാധികയാകാൻ പറ്റും എന്ന് മെല്ലെ ഒന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, ഈ ആരാധനയിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടണം. ഈ ദിവ്യകാരുണ്യമായി മാറിയ ക്രിസ്തുവിൻ്റെ വിശുദ്ധ കുർബാനയെ പറ്റിയോ ദിവ്യകാരുണ്യത്തെ പറ്റിയുള്ള ആധികാരികമായ പ്രസംഗം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ നമ്മൾ ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. ഈ ദിവ്യകാരുണ്യത്തെപ്പറ്റി, വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള ആദ്യത്തെ ഈശോയുടെ നാവിൽ നിന്ന് തന്നെയുള്ള പ്രസംഗം കഴിഞ്ഞപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 66-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന പലരും ഈ വാക്കുകൾ കട്ടിയുള്ളതാണ്, കഠിനമാണ്, മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചുപോയി. ഒരു വരി കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്, അവരാരും പിന്നെ അവൻ്റെ ഒപ്പം നടന്നില്ല. പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അരികിൽ വരുന്നില്ല. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അരികിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈശോ സന്നിഹിതനായിരിക്കുന്ന പുൽക്കൂടാണ് നമ്മുടെ സക്രാരികൾ. ഈശോ സന്നിഹിതനായിരിക്കുന്ന പുൽക്കൂടുകളാണ് നമ്മുടെ നിത്യ ആരാധനകൾ. ഈ പുൽക്കൂട്ടിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുന്നുണ്ടോ? ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും നമ്മൾ ഈ നിത്യാരാധന ചാപ്പലുകളുടെ മുന്നിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ, അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ കുറച്ചാളുകൾ മാത്രമാണ് പലപ്പോഴും ഈ ആരാധനയുടെ മുമ്പിൽ ഇരിക്കുന്നതായിട്ട് നാം കാണുക. വിശുദ്ധ കുർബാനയുടെ വർഷമായ 2004-2005 കാലയളവിൽ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ആകർഷിക്കപ്പെട്ട ഒരു അച്ഛൻ ഇങ്ങനെ ഉദയം ചെയ്യുന്നുണ്ട്. ഒരു ബെനഡിക്റ്റൻ വൈദികന് തൻ്റെ സന്യസ്ത ജീവിതത്തിൽ ഈ ദൈവവിളിക്കുള്ളിൽ മറ്റൊരു ദൈവവിളിയുണ്ടായി. ആ വൈദികന് ദൈവം ദിവ്യകാരുണ്യത്തെ പറ്റിയുള്ള ദർശനങ്ങൾ നൽകാൻ തുടങ്ങി. ക്രിസ്തുനാഥൻ ആ വൈദികനെ ഓർമ്മപ്പെടുത്തി, ദിവ്യകാരുണ്യത്തിൻ്റെ ആരാധകനാകുകയാണ് നിന്റെ ദൈവവിളി. വൈദികരുടെ ജീവിത നവീകരണത്തിനും വൈദികർക്കിടയിൽ സംഭവിച്ചു പോയ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനുമായി നീ ആരാധനയുടെ മുൻപിലിരിക്കുക. പ്രിയമുള്ളവരെ, ഈ വൈദികൻ പറയുന്നത് ഇങ്ങനെയാണ്, 2007 മുതൽ 2016 വരെ നിരന്തരമായി ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ദർശനങ്ങൾ ദൈവം ഈ അച്ഛന് നൽകിക്കൊണ്ടേയിരുന്നു. ഈ പുസ്തകത്തിൻ്റെ പേരാണ് ഇൻ സിനു ജേസു. ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ഒരു വ്യക്തിയെ ആകർഷിക്കുവാനായി ദൈവം ഈ കാലത്തിന് സമ്മാനിച്ച ഒരു പുസ്തകമാണ് ഇൻ സിനു ജേസു. ഈ പദത്തിൻ്റെ അർത്ഥം ഈശോയുടെ വശസ്സിന് ചാരെ. ഈ പുസ്തകത്തിൽ ഈ വൈദികൻ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്, ഒരു വ്യക്തി ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ലഭിക്കുന്ന നിധികൾ എന്തൊക്കെയെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ദേവാലയങ്ങൾ രാപ്പകലുകളിൽ ആളുകളെ കൊണ്ട് നിറയുകയും ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ഓരോ ദേവാലയങ്ങളും ശ്വാസം മുട്ടുകയും ചെയ്യും. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ലഭിക്കുന്ന നിധികൾ എന്തൊക്കെയെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 55-ാം തിരുവചനത്തിൽ ഈശോ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ
വിശുദ്ധ കുർബാനയുടെ പ്രസംഗം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു വട്ടം കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാനുള്ള വരം ലഭിക്കാതെ ആർക്കും ഈ ദിവ്യകാരുണ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. നമ്മൾ ഈ ആട്ടിടയന്മാരെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവർ ദൈവത്തിൻ്റെ സ്വരം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ പുൽക്കൂട്ടിലേക്ക്, ഈ ദിവ്യകാരുണ്യമായി മാറാൻ പോകുന്നവൻ്റെ അരികിലേക്ക് ആകർഷിക്കപ്പെട്ടു. അതേസമയം ഈ വാർത്ത കേട്ട, തിരുവെഴുത്തുകളിൽ അവനെക്കുറിച്ച്, അവൻ്റെ ജനനത്തെക്കുറിച്ച്, ആ സമയത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ടായിരുന്ന ഹേറോദോസ്, ആ പുരോഹിതന്മാർ, ആ നാട്ടിലുണ്ടായിരുന്ന ജ്ഞാനികൾ, അവരാരും ഈ പുൽക്കൂട്ടിലേക്ക് ആകർഷിക്കപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിലൂടെ ദൈവം ഒരു വെളിപ്പെടുത്തൽ നൽകുക. ഈ ദിവ്യകാരുണ്യത്തിലേക്ക്, ഈ വിശുദ്ധ കുർബാനയിലേക്ക് ദൈവം വരം കൊടുക്കാത്ത ഒരാൾക്കും ആകർഷിക്കപ്പെടാൻ പറ്റില്ല. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധനായ പാപ്പ, തൻ്റെ എക്ലേസിയ ദേ യൂക്കറിസ്റ്റിയ എന്ന എഴുത്തില് പ്രത്യേകമായൊരു വരി തുടങ്ങി വെക്കുന്നത് ഇങ്ങനെയാണ്: ദ ചർച്ച് ഡ്രോസ് ഇസ് ലൈഫ് ഫ്രം ദ യൂക്കറിസ്റ്റ്. സഭ അതിൻ്റെ ഊർജം, അതിൻ്റെ ഉന്മേഷം, അതിൻ്റെ ഉണർവ് ഈ വലിച്ചെടുക്കുന്നത് ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നുകൊണ്ടുമാണ്. എന്നിട്ട് മാർപ്പാപ്പ സങ്കടത്തോടെ പറയുകയാണ്, എന്നാൽ ഈ ദിവ്യകാരുണ്യത്തിലേക്ക്, വിശുദ്ധ കുർബാനയിലേക്ക്, നിത്യാരാധന ചാപ്പലുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നവരുടെ എണ്ണം കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഈ പുൽക്കൂട്ടിലേക്കുള്ള യാത്രയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ദിവ്യകാരുണ്യത്തോടുള്ള എൻ്റെ ആകർഷണം, ദിവ്യകാരുണ്യത്തോടുള്ള എൻ്റെ ഹൃദയത്തിൻ്റെ ആകർഷണം എങ്ങനെയെന്നൊന്ന് ചിന്തിക്കണം. എൻ്റെ ഓർമ്മയിൽ ഈ കഴിഞ്ഞു പോയ കൊറോണ കാലം കൃത്യമായി ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ്. ഈ കൊറോണ വന്ന സമയത്ത് നമുക്കറിയാമല്ലോ, ദേവാലയങ്ങളൊക്കെ അടച്ചു, ദിവ്യബലികൾ ഇല്ലാതെയായി, ആളുകൾക്ക് ദേവാലയങ്ങളിലേക്ക് വരാൻ പറ്റാതെയായി. അതുകൊണ്ട് മേടയിൽ നിന്നും എല്ലാ ദിവസവും ഈ പള്ളിയുടെ താക്കോലെടുത്ത് ഞാൻ പള്ളിയുടെ പുറകിലത്തെ വാതിൽ തുറന്ന് ഈ സങ്കീർത്തിയിലൂടെ പ്രവേശിച്ച് അൾത്താരയിൽ കയറി ബലിയർപ്പിക്കും. കുറച്ചു നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, തിരിച്ചു വരും. പക്ഷെ ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്തോറും ഞാൻ നോക്കുമ്പോൾ ഈ അൾത്താരയൊക്കെ നല്ലോണം പൊടി പിടിച്ചു തുടങ്ങി, പള്ളി പൊടി പിടിച്ചു തുടങ്ങി. കുറേ ദിവസമായല്ലോ പള്ളി പൂട്ടിയിട്ടിട്ട്. അപ്പോൾ ഞാൻ കരുതി ഈ അൾത്താരയൊന്ന് തുടക്കാം. അങ്ങനെ പയ്യെ ഞാനൊന്ന് തുടക്കാൻ ആരംഭിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി, ഒറ്റയ്ക്ക് തുടച്ചാൽ മൊത്തത്തിലെത്തില്ല. അതുകൊണ്ട് ഞാൻ പയ്യെ കപ്പ്യാരോട് ഈ വിശേഷം പറഞ്ഞു. നല്ല ഒരു ഹൃദയത്തിൻ്റെ ഉടമയായ ആ മനുഷ്യൻ നമ്മൾ പള്ളി അടക്കുന്ന, പള്ളി തുടച്ചു വാരുന്ന, അടിച്ചു വാരുന്ന കുറച്ച് അമ്മച്ചിമാരെ കൊണ്ടുവന്നു. ഒരു 3-4 പേരേ ഉള്ളൂ. അങ്ങനെ വളരെ രഹസ്യമെന്ന രീതിയിൽ തന്നെ അധികം പേർക്ക് പുറത്തോട്ടിറങ്ങാൻ ആ സമയം അനുവദിക്കാത്ത സമയത്ത് വളരെ രഹസ്യമായി ഈ പള്ളി അടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായി അവരവരുടെ ജോലി കഴിഞ്ഞ് ബക്കറ്റും തൂത്തുവാരുന്ന കോലുമൊക്കെയായി ഇങ്ങനെ അൾത്താരയിൽ നിന്നിറങ്ങി സങ്കീർത്തിയിലൂടെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ അമ്മച്ചി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എന്തൊരു ഭാഗ്യമാണച്ചോ, അച്ഛൻ എന്തൊരു ഭാഗ്യമാണച്ചോ. എനിക്ക് ദേഷ്യമാണ് ശരിക്കും കയറിയത്. കാരണം ഒന്ന്, ഈ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ഈ ദൈവജനത്തെ കാണാൻ പറ്റുന്നില്ല, എൻ്റെ വീട്ടിലേക്കൊന്ന് പോകാൻ പറ്റുന്നില്ല, എൻ്റെ സുഹൃത്തുക്കളെ കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെ അടച്ച് മൂടിയിരിക്കുന്ന സമയത്ത് ഈ അമ്മ പറയുകയാണ്, അച്ഛൻ എന്തൊരു ഭാഗ്യമാണച്ചോ. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് ഭാഗ്യം? അപ്പം ഈ അമ്മച്ചി പറയാണ്, ആ സക്രാരിയുടെ താക്കോല് അച്ഛൻ്റെ കയ്യിലല്ലേ അച്ചോ, ആ സക്രാരിയുടെ താക്കോല് അച്ഛൻ്റെ കയ്യിലല്ലേ അച്ചോ. എന്നിട്ട് ഈ അമ്മച്ചി അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഞാൻ കുറച്ച് സമയം അവിടെ സ്തബ്ധനായി നിന്നുപോയി. ദൈവം ഒരു സാധാരണ ഗ്രാമത്തിലെ അമ്മയുടെ രൂപത്തിൽ വന്ന് ആ അൾത്താരയിൽ നിന്ന് എന്നെ ശാസിച്ചിട്ട് ഇറങ്ങിപ്പോയ പോലെയാണ് എനിക്ക് തോന്നിയത്. അന്ന് ഞാൻ ഈ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് മേടയിൽ പോയി കുളിച്ച് ഈ വിശുദ്ധ വസ്ത്രമണിഞ്ഞ് ആദ്യമായിട്ട് സക്രാരിയുടെ താക്കോലെടുത്ത്, പള്ളിയുടെ താക്കോലിനൊപ്പം സക്രാരിയുടെ താക്കോലുമെടുത്ത് അൾത്താരയിലേക്ക് വന്നു. സക്രാരി തുറന്നു. ആരാധനയ്ക്ക് ഈ അൾത്താരയിൽ ഈ അരുളിക്കയെടുത്ത് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ചു. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ
ഞാൻ ഈ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ചു വെച്ച് ഭംഗിയായി ആരാധനകൾ നടത്തിയിട്ടുണ്ട്. ആരാധനയ്ക്ക് എഴുന്നള്ളിച്ചു വെച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. അവന് വേണ്ടിയും അവർക്ക് വേണ്ടിയും ഈ ആരാധന എഴുന്നള്ളിച്ചു വെച്ച് പ്രാർത്ഥിച്ച ഞാൻ എനിക്ക് വേണ്ടി ഈ ആരാധന എഴുന്നള്ളിച്ചു വെച്ച് ശരിക്കും ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ എന്ന് ആ കൊറോണ എന്നെ ഓർമ്മപ്പെടുത്തി. എൻ്റെ ജീവിതത്തിലെ ഏകദേശം 9-10 വർഷങ്ങൾ കഴിയുന്നത് വരെ ഈ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ എന്നോർത്ത് എൻ്റെ ചങ്കിലൊരു വേദന വരാൻ തുടങ്ങി. അന്നു മുതൽ ആദ്യമായിട്ട് ഈ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് കുറച്ചധികം മണിക്കൂറുകൾ നിരന്തരമായി ആ കൊറോണ കാലത്ത് ഈ ആരാധനയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരിക്കാൻ ആരംഭിച്ചു. പ്രിയമുള്ളവരെ, ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ എളുപ്പത്തിൽ ആകർഷിക്കപ്പെടുന്ന ഒരു കാര്യമേ അല്ല. ഈ ആട്ടിടയർ ആകർഷിക്കപ്പെട്ട് ഈ പുൽക്കൂട്ടിലേക്ക് എത്തിയെങ്കിൽ, ജ്ഞാനികൾ ആകർഷിക്കപ്പെട്ട് ദൂരെ നിന്നും ഈ പുൽക്കൂട്ടിലേക്ക് എത്തിയെങ്കിൽ, തൊട്ടരികിലുണ്ടായിരുന്ന പലരും ആകർഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത്, ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ഈ ക്രിസ്മസ് ആകുമ്പോഴേക്കും എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ശരിക്കും ആകർഷിക്കപ്പെടുമോ? രണ്ടാമത്തെ ചോദ്യം, ഈ ദിവ്യകാരുണ്യം എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? അതായത് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ചെന്നിരുന്ന് ഈ ദിവ്യകാരുണ്യം എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? ഇൻസിനു ജേസു എന്ന പുസ്തകത്തിൽ ഈ വൈദികൻ കുറിക്കുകയാണ്, ഈശോ അവനോട് പറയുകയാണ്, മകനെ, അച്ഛ, ഈ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലിരിക്കാൻ വേണ്ടി നീ സമയം ചിട്ടപ്പെടുത്തുക. ഈ അച്ഛനൊരു വാണിംഗ് കൊടുക്കുന്നു. അച്ഛൻ ഓടി നടന്ന് 100 പ്രസംഗങ്ങൾ പറയുന്നതിനേക്കാൾ വിലയുള്ളതാണ് 1 മണിക്കൂർ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് ഈ ആരാധനയുടെ മുമ്പിലിരിക്കുക. അച്ഛൻ്റെ ശക്തി പരിമിതമാണ്, എന്നാൽ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി പരിധിയില്ലാത്തതാണ്. പരിധിയില്ലാത്ത ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി പരിമിതമായ അച്ഛൻ്റെ ശക്തിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പരിധിയില്ലാത്ത കാര്യങ്ങൾ അച്ഛനെ കൊണ്ട് കർത്താവ് ചെയ്യിക്കും, അച്ഛനെ കൊണ്ട് കർത്താവ് പറയിക്കും. എന്നിട്ടൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് ജീവിതം ക്രമപ്പെടുത്താൻ അച്ഛൻ ആരംഭിച്ചാൽ അച്ഛൻ്റെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളെയെല്ലാം ഞാൻ ക്രമപ്പെടുത്തും. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് ജീവിതം ക്രമപ്പെടുത്താൻ അച്ഛൻ ആരംഭിച്ചാൽ അച്ഛൻ്റെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളെയെല്ലാം ഞാൻ ക്രമപ്പെടുത്തും. ഒരു കാര്യം കൂടി കൂട്ടി പറയുന്നുണ്ട്, രാത്രി നേരങ്ങളിൽ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ അച്ഛൻ സമയം ചെലവഴിക്കണം. ലോകമുറങ്ങുമ്പോൾ അച്ഛൻ ഉണർന്നിരുന്ന് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരിക്കണം. കാരണം പിതാവായ ദൈവത്തിലേക്ക് പല രാത്രികളിലും ഞാൻ ഉണർന്നിരുന്നിട്ടുണ്ട്. ഈ രാത്രികളിൽ അച്ഛനിലേക്ക് അമൂല്യമായ സമ്പത്തിൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടും. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലേക്ക് എൻ്റെ കുടുംബത്തിന് പോയിരിക്കാൻ സമയം കിട്ടുന്നുണ്ടോ? എൻ്റെ തിരക്കുകൾ മാറ്റിവെച്ച്, എൻ്റെ ബിസിനസ് മാറ്റിവെച്ച്, എൻ്റെ ജോലി മേഖലകളിലെ ചില തിരക്കുകൾ മാറ്റിവെച്ച്, എൻ്റെ പഠനത്തിൻ്റെ ചില ഭാരങ്ങൾ മാറ്റിവെച്ച് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ, സക്രാരിയുടെ മുമ്പിൽ എനിക്ക് സമയം ചെലവഴിക്കാൻ പറ്റുന്നുണ്ടോ? അവൻ്റെ സൗഹൃദം ഞാൻ ആസ്വദിക്കുന്നുണ്ടോ? പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ ജോഷുവ എന്ന മനുഷ്യനെ കുറിച്ച് പറയുക, അവൻ സമാഗമ കൂടാരം വിട്ടുപോയില്ല, ബാക്കി എല്ലാവരും വിട്ടുപോയി. ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടമായ സമാഗമ കൂടാരം ജോഷുവ വിട്ടുപോയില്ല. എന്ത് സംഭവിച്ചു? ഈ കാനാൻ ദേശത്തേക്ക് ആരെ പ്രവേശിപ്പിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ, അതിന് നേതൃത്വം കൊടുക്കാൻ ആരെ തെരഞ്ഞെടുക്കണമെന്ന് ദൈവം ചിന്തിച്ചപ്പോൾ, ഈ ദിവ്യകാരുണ്യം, ഈ സമാഗമ കൂടാരം വിട്ടുപോകാത്ത ജോഷുവയുടെ മീതെയാണ് ദൈവത്തിൻ്റെ കൈത്തലം വന്നു വീണത്. അതായത് ദിവ്യകാരുണ്യത്തിൻ്റെ സൗഹൃദം ആസ്വദിച്ച ഒരു മനുഷ്യനെ ദൈവം വിശാലമായ ഭൂമികയിലേക്ക് കൊണ്ടുപോകും. മൂന്നാമതായിട്ട്, ഈ ദിവ്യകാരുണ്യത്തിൽ ആരാധ്യനായവനെ അനുഭവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 1 പത്രോസ് 3-ാം അധ്യായം 15-ാം തിരുവചനം, കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പൂജിക്കണം. നമ്മൾ ഈ കഴിഞ്ഞ മാസം ഒക്ടോബർ മാസം 15-ാം തീയതി പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു അപ്പോസ്റ്റോലിക് എക്സോട്ടേഷൻ പുറത്തിറക്കി. തൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പസ്തോലിക പ്രബോധനം.
എന്നെ അതിശയപ്പെടുത്തിയത് ഒക്ടോബർ 15-ാം തീയതി ആവിലായിലെ അമ്മത്രേസ്യയുടെ തിരുനാളാണ്. പക്ഷേ അന്ന് പുറത്തിറക്കിയിരിക്കുന്ന പ്രബോധന രേഖയിൽ അതിൻ്റെ കേന്ദ്ര കഥാപാത്രം 24 വയസ്സിൽ ജീവൻ പൊലിഞ്ഞു പോയ ലിറ്റിൽ ഫ്ലവർ ചെറുപുഷ്പമാണ്. അവളുടെ ജന്മത്തിൻ്റെ 150-ാം വാർഷികത്തോടനുബന്ധമായിട്ടാണ് ഇതിറക്കിയിരിക്കുക. ഇതിൽ പറയുന്നത് എന്താണെന്നറിയാമോ? ഈ കൊച്ചു വിശുദ്ധ മാർപ്പാപ്പ 10ഓളം വിശുദ്ധർക്ക് ഈ മകളുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ എടുത്തു കാണിച്ചതിന് ശേഷം ഇവളുടെ ഒരു തലവരി, ഇവൾ ഹൃദയത്തിൽ കൊണ്ടു നടന്ന ഒരു ആപ്തവാക്യം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ജീസസ് ഈസ് മൈ സോൾ ലവ്. ഈശോ എൻ്റെ ഏക സ്നേഹം. പ്രിയമുള്ളവരെ, ഈ കൊച്ചു ത്രേസ്യ അവളുടെ ഓരോ ചുണ്ടനക്കങ്ങളിലും ഈശോ ഈശോ എന്ന് പറഞ്ഞിരുന്നു. അവൾ മരിക്കുന്ന സമയം വരെ ഈശോ ഈശോ എന്ന് ഉച്ചരിച്ചിരുന്നു. പ്രിയമുള്ളവരെ, 2 തിമോത്തി 2:4 നമ്മൾ വായിക്കുന്നു: തന്നെ സൈന്യത്തിലെടുത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ പോരാളി മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഈശോ എന്ന വ്യക്തിയെ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ആം ഐ ഏബിൾ ടു എക്സ്പീരിയൻസ് ആൻഡ് എൻകൗണ്ടർ ക്രൈസ്റ്റ്? അവനെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? അവനെ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? അവനെ എനിക്ക് അഭിമുഖീകരിക്കാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ട് പരിശുദ്ധ ബെനഡിക്റ്റ് മാർപ്പാപ്പ മനോഹരമായിട്ടുള്ള തൻ്റെ സാക്രമെന്തും കാരിത്താറ്റിസിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യൂക്കറിസ്റ്റ് ഈസ് എ മിസ്റ്ററി ടു ബി ബിലീവ്ഡ്. യൂക്കറിസ്റ്റ് ഈസ് എ മിസ്റ്ററി ടു ബി സെലിബ്രേറ്റഡ്. യൂക്കറിസ്റ്റ് ഈസ് എ മിസ്റ്ററി ടു ബി ലീവ്ഡ്. ഈ വിശുദ്ധ കുർബാന, ഈ ദിവ്യകാരുണ്യം അത് വിശ്വസിക്കേണ്ട ഒരു ആഘോഷമാണ്, അത് ആഘോഷിക്കേണ്ട ആഘോഷമാണ്, അത് ജീവിക്കേണ്ട ഒരു ആഘോഷമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ അതുകൊണ്ട് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു കത്ത് കൂടി പൊട്ടിച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എഫേസോസുകാർക്ക് എഴുതിയ കത്ത്, എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ കത്ത്. എഫേസോസ് എന്ന് പറയുന്നത് റോമ സാമ്രാജ്യത്തിലെ പുരാതനമായ തുറമുഖ പട്ടണമാണ്. ഏഷ്യയിലെ മറ്റ് സഭകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രാജപാതയുടെ തുടക്കം. 50,000 പേർക്കിരിക്കാവുന്ന ഏഷ്യയിലെ ആംഫി തിയേറ്ററുള്ള ഒരിടം. ഇങ്ങനെ കലാകായിക വിനോദങ്ങളുടെ കേന്ദ്രം. പക്ഷെ ഇതിനെല്ലാം ഉപരിയായിട്ട് അർത്തേമീസ് എന്ന ദേവതയുടെ ക്ഷേത്രമാണ് എഫേസോസിനെ ലോക പ്രശസ്തിയിലേക്ക് എത്തിച്ചത്. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ഒത്തിരി പേർ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിൽ ഒരുമിച്ചുകൂടും. പക്ഷേ പതിയെ പതിയെ ലൈംഗിക വൈകൃതങ്ങളും കുറ്റവാളികളുടെ അഭയ കേന്ദ്രവുമായി ഇത് മാറി. ഇപ്രകാരം ധാർമ്മികത അധംപതിച്ചൊരു മണ്ണിലേക്കാണ് പൗലോസ് അപ്പോസ്തലൻ ആദ്യം വന്നിറങ്ങിയത്. കർത്താവിൻ്റെ വചനം പറഞ്ഞു, കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവന്നു. എഫേസോസ് 3:18 തുടങ്ങി 20 വരെ നമ്മൾ വായിക്കുന്നു: കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ക്രിസ്തുവിലേക്കെത്തിയ അവർ പതിയെ പതിയെ മടങ്ങിപ്പോയി. അതുകൊണ്ട് എഫേസോസിലെ ഈ സഭയിലേക്കുള്ള കത്തിലെ ഹൃദയഭാഗം ഇങ്ങനെയാണ്: നിങ്ങളുടെ ആദ്യ സ്നേഹത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. പ്രിയമുള്ളവർ, ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ആദ്യ സ്നേഹത്തിലേക്ക്, ജ്ഞാനികൾ ആരാധനയുടെ ആരാധകരായി മാറിയ ഈ ആദ്യ സ്നേഹത്തിലേക്ക് എനിക്ക് കടന്നു വരാൻ പറ്റുന്നുണ്ടോ? ഒരു ക്രിസ്മസ് സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ ക്രിസ്മസിനോടനുബന്ധമായിട്ട് പട്ടം കിട്ടിയ പള്ളിയിൽ ഒരു ലൈവ് ക്രിബ് ഒരുക്കുകയാണ്. ലൈവ് ക്രിബ്. ആട്ടിടയന്മാരൊരുങ്ങി, രാജാക്കന്മാരൊരുങ്ങി, രംഗപടങ്ങൾ ഒരുങ്ങി, എല്ലാം തിരക്ക് പിടിച്ച് ഒരുക്കിയേ. പക്ഷേ ആ തിരക്ക് പിടിച്ചുള്ള ഒരുക്കങ്ങൾക്കിടയിൽ ഒരു കാര്യം മാത്രം ഒരുക്കാൻ ഞാൻ വിട്ടുപോയി. അതിലേക്കുള്ള ഉണ്ണിയേശു. രാജാക്കന്മാരെ കണ്ടെത്തി, ആട്ടിടയന്മാരെ കണ്ടെത്തി, അതിനുവേണ്ടിയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി, മുകളിലൂടെ നക്ഷത്രം പോകുന്നതിനുള്ള സജ്ജീകരണങ്ങൾ നടത്തി. പക്ഷേ ഉണ്ണിയേശുവിനെ മാത്രം കണ്ടെത്താൻ വൈകിപ്പോയി. ദിവസങ്ങൾ അടുത്ത് വരും തോറും എൻ്റെ ചങ്കിടിപ്പ് കൂടി. പലരോടും അന്വേഷിച്ചു ഒരു ഉണ്ണിയെ കിട്ടാൻ. ആ സമയത്ത് മാമോദിസ രജിസ്റ്റർ എടുത്ത് പരിശോധിച്ചു. ആ എടുത്ത കാലത്തൊന്നും കുഞ്ഞുങ്ങളധികം ജനിച്ചിട്ടില്ല. പരിചയക്കാരോട് ചോദിച്ചു, ഇല്ല. ഞാൻ സങ്കടപ്പെട്ടു. ദിവസങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പല KCYM പ്രവർത്തകരും പറഞ്ഞു, അവസാനം നമുക്കൊരു പാവക്കുട്ടിയെ മേടിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ബാക്കി എല്ലാം ലൈവാണ്, ഈ പാവക്കുട്ടിയെ മാത്രം എങ്ങനെ വെക്കും? ഞാൻ സങ്കടപ്പെട്ടു. ഒരു പ്രഭാതത്തിൽ നേരെ സക്രാരിയുടെ മുന്നിൽ പോയിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, ഈശോയെ, എല്ലാം ഒരുക്കിക്കൊണ്ടിരുന്ന ഞാൻ ഒരു ഉണ്ണിയെ കണ്ടെത്താൻ വല്ലാതെ വൈകിപ്പോയി. സങ്കടപ്പെട്ട് മേടയിൽ എൻ്റെ മുറിയിൽ വന്നിരുന്നു. ഈ സമയത്തൊരു കൂട്ടുകാരൻ വന്ന് എൻ്റെ വാതിലിൽ തട്ടി. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഈ കാറൊന്ന് വെഞ്ചരിച്ചു തരാമോ?
ഞാൻ ആകെ നിരാശനായിട്ടിരിക്കുകയാണ്. ഒരു ഉണ്ണിയെ കിട്ടാതെ നിരാശനായിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, വികാരി അച്ഛനെ ചെന്ന് വിളിച്ചോ, ഞാൻ ഇത്തിരി ടെൻഷനിലാണ്, എനിക്ക് ഇത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവൻ പറഞ്ഞു, അച്ഛൻ തന്നെ വെഞ്ചരിച്ചാൽ മതി. ഞാൻ വേഗം അവനെ കൂടി ഇറങ്ങി. ഞാൻ പറഞ്ഞു, ആ കാറ് ഈ മേടയുടെ ഫ്രണ്ടിലേക്ക് നീക്കിയിട്ട് അതിൻ്റെ ഡോറുകളൊക്കെ തുറന്നിടുക. ഞാൻ ഈ ആനാംവെള്ളവും ഈ സ്റ്റോളുമൊക്കെ ഇട്ട് കാറ് വെഞ്ചരിക്കാൻ അവൻ്റെ കാറിൻ്റെ മുമ്പിലേക്കെത്തി. ആ കാറിൻ്റെ പിൻസീറ്റിൽ അവൻ്റെ ഭാര്യ കൈക്കുഞ്ഞുമായി ഇരിക്കുന്നു. ഞാൻ അവനോട് ആദ്യം ചോദിച്ചത്, ഈ കാറ് വെഞ്ചരിക്കുന്നതിന് മുമ്പ് ഈ ഉണ്ണിയെ എനിക്ക് തരാമോ? അവനിങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ലൈവ് ക്രിബിൽ ഇനി ഉണ്ണിയെ മാത്രം കിട്ടാനുള്ളൂ. എനിക്കിനി കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല. നിന്നോട് ഞാൻ ആകെ ചോദിക്കുന്നത്, ആ പാതിരാത്രിയിൽ ഒരു 5 മിനിറ്റിന് വേണ്ടി ഈ ഉണ്ണിയെ എനിക്കൊരു തരണം. ആ മക്കൾ സന്തോഷത്തോടെ തന്നു. ആ ദിവസത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. അന്ന് ആ ശാന്തമായി പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയെ കർത്താവ് ഒരു കാറിൽ കൊണ്ടുവന്ന് എൻ്റെ മേടയുടെ എൻ്റെ കൺമുമ്പിൽ നിർത്തി. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ക്രിസ്മസ് ആകുമ്പോൾ പലതും നമ്മൾ ഈ ആദ്യം തിരഞ്ഞു തുടങ്ങും. പല ആഘോഷങ്ങളും ആദ്യം നടത്തും. പക്ഷേ ഈ ഉണ്ണിയെ കണ്ടെത്താൻ മാത്രം വൈകിപ്പോകും. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, ഉണ്ണീശോയെ, ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, ആരാധനയുടെ ഒരു ആരാധകനായി മാറാൻ, ആരാധനയുടെ ഒരു ആരാധികയായി മാറാൻ, അങ്ങനെ അനുദിന ജീവിതത്തിൽ ദിവ്യകാരുണ്യത്തിൽ വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും എൻ്റെ ഹൃദയം ഒരു പുൽക്കൂടായി മാറാൻ, ഞാൻ നാവിലൂടെ സ്വീകരിക്കുന്ന ഈശോ പുൽക്കൂട്ടിലിറങ്ങുന്ന ഉണ്ണീശോയായി എൻ്റെ ഹൃദയത്തിൽ എന്നും വസിക്കാൻ എനിക്കൊരു കൃപ തരണമേ. അങ്ങനെ ആരാധനയുടെ ആരാധകരായി ഈ ക്രിസ്മസ് വ്യത്യസ്തമായി നമുക്ക് ആഘോഷിക്കാം. ഇന്ന് നമുക്കൊരു പ്രവൃത്തിയായി ചെയ്യാവുന്നത്, അടുത്തുള്ള ഏതെങ്കിലും നിത്യാരാധന ചാപ്പലുകളിൽ ആഴ്ചയിൽ ഒരു ദിവസമോ മാസത്തിൽ ഒരു ദിവസമോ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരുമായി 1 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യുമെന്ന് ഒരു നല്ലൊരു തീരുമാനം, അതിനുവേണ്ടിയുള്ള തീയതികൾ നമുക്ക് കുറിച്ചു വയ്ക്കാം. ആ ഒരു ആഗ്രഹത്തോടെ, ആ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധമാകുമി ദിവ്യകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. വരൂ 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 സോദരരേ, നമ്മുടെ ദൈവത്തെ വാഴ്ത്താം. പരിശുദ്ധമാകുമി ദിവ്യകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. വരൂ 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 സോദരരേ, നമ്മുടെ ദൈവത്തെ വാഴ്ത്താം. പരിശുദ്ധമാകുമി ദിവ്യകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. വരൂ 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 സോദരരേ, നമ്മുടെ ദൈവത്തെ വാഴ്ത്താം. പരിശുദ്ധമാകുമി ദിവ്യകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. വരൂ 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 സോദരരേ, നമ്മുടെ ദൈവത്തെ വാഴ്ത്താം. പരിശുദ്ധമാകുമി ദിവ്യകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. പരമപരിശുദ്ധമായ
ആരാധനയുടെ മുൻപിലാണ് നമ്മൾ. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഭൂമിയിലെ ആരാധനയ്ക്ക് മുൻപിലാണ് ഇപ്പോൾ നമ്മളെങ്കിൽ, ഇനി നമ്മൾ കാണാനിരിക്കുന്ന സ്വർഗത്തിലെ ആരാധനയെക്കുറിച്ച് ഒരു കാഴ്ചയുണ്ട്. വെളിപാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം മുതൽ. ഏഷ്യയിലെ 7 സഭകൾക്കുള്ള കത്തുകൾക്ക് ശേഷമാണ് ഈ സ്വർഗീയ കാഴ്ച. അതാരംഭിക്കുന്നത് ഇങ്ങനെയാണ്: സ്വർഗത്തിൽ ഞാൻ വലിയൊരു വാതിൽ കണ്ടു. ഒരു കാഹളസ്വരം ഞാൻ കേട്ടു. ആ സ്വരം എന്നോട് പറഞ്ഞു, വരൂ, കയറി വരൂ. പെട്ടെന്ന് ഞാൻ ഒരു ആത്മീയ അനുഭൂതിയിൽ ലയിച്ചു. കണ്ണു തുറക്കുമ്പോൾ മുൻപിലൊരു സിംഹാസനം. സിംഹാസനത്തിലിരിക്കുന്നവൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയും. സിംഹാസനത്തിന് ചുറ്റിലുമായി മരതകം കൊണ്ടൊരു മഴവില്ല്. അതിനു ചുറ്റിലുമായി വേറെ 22 സിംഹാസനങ്ങൾ. വെള്ളവസ്ത്രം ധരിച്ച, ശിരസിൽ സ്വർണ്ണ കിരീടം ചൂടിയ 24 ശ്രേഷ്ഠന്മാർ. ഈ സിംഹാസനത്തിൻ്റെ മുന്നിലായി ദൈവത്തിൻ്റെ സപ്താത്മാക്കളെ ഓർമ്മപ്പെടുത്തുന്ന 7 തീപ്പന്തങ്ങൾ. അതിനു മുന്നിലായി ഒരു പളുങ്ക് കടൽ. ഈ സിംഹാസനത്തിൻ്റെ ചുറ്റിലുമായി 4 ജീവികൾ. ഓരോന്നിനും 6 വീതം ചിറകുകൾ. ഉള്ളിലും പുറമെയും കണ്ണുകൾ. അവരിങ്ങനെ ഓരോ മാത്രയിലും ഉറക്കെ പ്രഘോഷിച്ചുകൊണ്ടിരുന്നു: ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും, പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവരിങ്ങനെ ഓരോ നിമിഷങ്ങളിലെയും ആരാധനയർപ്പിക്കുമ്പോൾ ഈ 24 ശ്രേഷ്ഠന്മാർ തങ്ങളുടെ സ്വർണ്ണ കിരീടങ്ങൾ അഴിച്ചുവെച്ച് സാഷ്ടാംഗം പ്രണമിച്ച് സ്വർഗത്തിൽ ആരാധ്യനായവനെ സ്തുതിയും പുകഴ്ചയും ബഹുമാനവും അർപ്പിച്ചു. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ആരാധനയുടെ കാഴ്ചയാണിത്. ഇത്രയ്ക്ക് പരിശുദ്ധമായ, പവിത്രമായ ആരാധനയുടെ മുൻപിലാണ് നമ്മൾ ഇരിക്കുക. ഇന്ന് നമ്മൾ ഈ ക്രിസ്മസ് വിചാരത്തിൽ ധ്യാനിച്ചത് ഈ ആരാധനയുടെ ആരാധകനായി, ആരാധനയുടെ ആരാധികയായി, ആരാധനയുടെ ആരാധകരായി ഞങ്ങളെ മാറ്റണമേ, ഞങ്ങളെ വ്യത്യസ്തരാക്കണമേ എന്നാണ്. ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ആകർഷിക്കപ്പെടാൻ, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ സൗഹൃദം ആസ്വദിക്കാൻ, ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നവനെ അനുഭവിക്കാൻ സഹായിക്കണമേ എന്നാണ് നമ്മളിന്ന് ചിന്തിച്ചത്. ഏഷ്യയിലെ 7 സഭകളിൽ അവസാനത്തെ സഭ സ്മിർനായിലെ സഭയാണ്. സ്മിർന അറിയപ്പെട്ടിരുന്നത് ഏഷ്യയുടെ കിരീടം എന്നാണ്. മനോഹരമായ നഗരം. റോമാ സാമ്രാജ്യത്തോട് അവസാനം വരെ അവർ വിശ്വസ്തത പുലർത്തി. ഈ ചരിത്ര പശ്ചാത്തലം എടുത്തുകൊണ്ടാണ് ക്രിസ്തുനാഥൻ പറയുക, സ്മിർന റോമാ സാമ്രാജ്യത്തോട് അവസാനം വരെ വിശ്വസ്തത പുലർത്തിയതുപോലെ ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരും ഒത്തിരിയേറെ ദുരിതങ്ങളിലൂടെ കടന്നു പോയപ്പോഴും എന്നോട്
വിശ്വസ്തത പുലർത്തിയതുകൊണ്ട് ഏഷ്യയുടെ കിരീടമായ സ്മിർന, നിനക്ക് ഞാൻ ജീവൻ്റെ കിരീടം നൽകും. അവർ അവസാനം വരെ ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തി അവനെ ആരാധിച്ചു. ആരാധനായ എൻ്റെ സ്നേഹനാഥ, ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹനാഥ, ഈ ദിവ്യകാരുണ്യത്തിലാണ് ഞങ്ങളുടെ ജീവിതം. ഈ ദിവ്യകാരുണ്യമാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കേന്ദ്രം. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് കണ്ണുമാറ്റാതെ, ഹൃദയം മാറ്റാതെ ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിച്ച് ഞങ്ങളെ ഈ ക്രിസ്മസിൽ ആരാധനയുടെ ആരാധകരാക്കി മാറ്റണമേ. ഓ സ്നേഹനാഥ, ദിവ്യകാരുണ്യനാഥ, അങ്ങിലേക്ക് എൻ്റെ ഹൃദയം ഈ സമയം ഞാൻ ചേർത്ത് വയ്ക്കുന്നു. ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ഈശോയുടെ തിരുപ്പിറവിയുടെ അനുസ്മരണമാണ് ക്രിസ്മസ് എങ്കിൽ, ഈ ക്രിസ്മസ് ഓരോ പ്രഭാതത്തിലും എന്നിൽ സംഭവിക്കുന്നുണ്ട്. ദൈവം ഭൂമിക്കു നൽകിയ ഈ സമ്മാനം, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധമുള്ള ദൈവത്തിൻ്റെ സ്നേഹം ദിവ്യകാരുണ്യമായി എല്ലാ ദിവസവും നമ്മൾ സ്വീകരിക്കുമ്പോൾ ക്രിസ്മസ് ഹാപ്പൻസ് എവ്രി ഡേ. ക്രിസ്മസ് ഹാപ്പൻസ് എവ്രി ഡേ. ഈശോയുടെ തിരുപ്പിറവി ഈ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ഓരോ ദിവസവും എന്നിൽ സംഭവിക്കുന്നുണ്ട്. ഡിസംബർ 25 ആ തീയതിയിൽ മാത്രമല്ല, അത് ഓർമ്മയുടെയും അനുസ്മരണത്തിൻ്റെയും ദിവസം. എന്നാൽ എല്ലാ ദിവസവും ഈ ഡിസംബർ 25 സംഭവിക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ സംഭവിക്കുന്നുണ്ട്. ഈ ദിവ്യകാരുണ്യം ഞാൻ സ്വീകരിച്ചു വരുമ്പോൾ എവ്രി ഡേ ക്രിസ്മസ് ഫോർ മീ. ഈശോയെ, ക്രിസ്മസിലേക്ക് ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവം നമ്മോട് കൂടെ എമ്മാനുവൽ എന്ന അനുഭവത്തിൽ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ,
ഈശോയെ, അങ്ങെന്നും എൻ്റെ ഹൃദയത്തിലുണ്ടാകണമേ. യോഹന്നാൻ 6:56 എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. എല്ലാ ദിവസവും ഒരു എമ്മാനുവൽ അനുഭവവുമായി സഞ്ചരിക്കാൻ, എൻ്റെ ജീവിതം പൂർണ്ണമായും ഒരു എമ്മാനുവൽ അനുഭവമാക്കി മാറ്റാൻ നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആരും വിഷമിക്കരുത്, ആരും സങ്കടപ്പെടരുത്, ആരും ഭാരപ്പെടരുത്, ആരും ഭയപ്പെടരുത്. നിന്റെ ഹൃദയത്തിൻ്റെ തൊട്ടരികെ സ്നേഹമായി ഈ ദിവ്യകാരുണ്യം നിന്റെ ഉള്ളിൽ സദാ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഇമ്മാനുവൽ അനുഭവം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുവാനായി, ആ എമ്മാനുവൽ ചരിത്രത്തിൽ സംഭവിച്ചതുപോലെ ദൈവം നമ്മോട് കൂടെയെന്ന അനുഭവം, ഈ ബോധ്യം നമ്മെ വ്യത്യസ്തരാക്കട്ടെ. ദൈവം നമ്മോട് കൂടെ, യഹോവയാ. ദൈവം നമ്മോട് കൂടെ, ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. യഹോവയാ, ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ. ദൈവം നമ്മോട് കൂടെ. പൂർവ്വപിതാക്കളുടെ കർത്താവാകിയ ദൈവം നമ്മോട് കൂടെ. മൂശയ്ക്കും ജനതയ്ക്കും ദർശനമേകിയ ദൈവം നമ്മോട് കൂടെ. ഈജിപ്തിനടിമത്ത ചങ്ങല നീക്കിയ ദൈവം നമ്മോട് കൂടെ. വാഗ്ദത്ത ഭൂമിയെ ജനതയ്ക്കു നൽകിയ ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ, യഹോവയാ. ദൈവം നമ്മോട് കൂടെ, ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. ആരാധ്യനായ ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ ആശീർവാദത്തിനു വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. ആരാധ്യനായ ദൈവമേ, ഈ ക്രിസ്മസിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിശ്വാസ ജീവിതത്തിൽ തീഷ്ണത പുലർത്തിക്കൊണ്ട് ഞങ്ങളുടെ വിശുദ്ധിയുടെ മേഖലകളിൽ ജാഗ്രത പുലർത്തിക്കൊണ്ട് ഞങ്ങളുടെ സ്വഭാവ വൈകൃതങ്ങളിൽ അനുദപിച്ചുകൊണ്ട് വചനത്തിനു വേണ്ടി എൻ്റെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് ആരാധനയുടെ ആരാധകനും ആരാധനയുടെ ആരാധികയും ആരാധനയുടെ ആരാധകരുമായി മാറിക്കൊണ്ട് ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിലേക്ക്, ഞാൻ ദൈവത്തിൻ്റെ കൂടെയുണ്ടെന്ന ബോധത്തിലേക്ക്
ഓരോ സെക്കൻഡുകളിലും സഞ്ചരിച്ചുകൊണ്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ വ്യത്യസ്തമാക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും വ്യത്യസ്തരാക്കണമേ. ഈ ക്രിസ്മസ് ഉണ്ണീശോയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വ്യത്യസ്തതയോടെ ആഘോഷിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളായിരുന്ന അവസ്ഥയിൽ നിന്നും ഞങ്ങളായിത്തീരേണ്ട അവസ്ഥകളിലേക്ക് ഞങ്ങളുടെ ആത്മാവിലും മനസ്സിലും ഹൃദയത്തിലും വ്യത്യാസം വരുത്തണമേ. ഈ പ്രാർത്ഥനയോടുകൂടി ആരാധനയുടെ സമാപന ആശീർവാദം ഭക്തിയോടുകൂടി നമുക്ക് സ്വീകരിക്കാം. ആരാധന പാടം മാലാഖമാരും ജീവന്റെ തിരുപൂജ്യമേ. ആരാധന പാടം മാലാഖമാരൊപ്പം 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 ജീവന്റെ തിരുപൂജ്യമേ. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും